ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോസ്പിറ്റൽ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ HTML വെബ്സൈറ്റ് മേക്കിങ്ങിൻ്റെ 8ാമത്തെ ട്യൂട്ടോറിയലാണിത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ലിങ്ക് ടാഗാണ്. നമുക്ക് HTMLലേക്ക് ലിങ്കുകൾ എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ചാ വിഷയമായിട്ട് എടുത്തത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്, എൻ്റെ പുതിയ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സംശയങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അധികം വൈകാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലിങ്ക് ടാഗാണ്. എന്താണ് ലിങ്ക് ടാഗ്? ലിങ്ക് ടാഗ് എന്ന് പറഞ്ഞാൽ ഒരു സൈറ്റിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും യൂട്യൂബ് ചാനലിലെ ലിങ്ക് നമുക്ക് ആഡ് ചെയ്യാം. അത് നമ്മുടെ HTMLലേക്ക് എഴുത്തായിട്ട് ആഡ് ചെയ്യുന്നതാണ് ലിങ്ക് ടാഗ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ എൻ്റെ സ്ക്രീൻ റെക്കോർഡ് കാണുന്നുണ്ടാവും. ട്രബ് എഡിറ്റ് നമ്മൾ എടുക്കുക. ട്രബ് എഡിറ്റ് എടുത്തതിന് ശേഷം ബാക്കി ചെയ്യുന്നത് എൻ്റെ പഴയ ട്രബ് എഡിറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ലിസ്റ്റ് ടാഗുകൾ ചെയ്തു വെച്ചത് ഇവിടെ തന്നെ ഉണ്ട്, അത് നമ്മൾ മായ്ക്കുക. ഞാൻ മായ്ക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇനി ലിങ്ക് ടാഗുകൾ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിനുവേണ്ടി താഴെ തന്നെ നിങ്ങൾ ലിങ്കിൻ്റെ താഴെ കാണുന്നുണ്ടാവും ഡിവിഷൻ എന്നുള്ള ഒരു ഡിവ് എന്നുള്ള ടാഗ് കാണുന്നുണ്ടാവും, എ എന്നുള്ള ടാഗ് കാണുന്നുണ്ടാവും, IMG എന്നുള്ള ടാഗ് കാണുന്നുണ്ടാവും താഴെ തന്നെയായിട്ട്. അതിൽ ഡിവ് എന്നുള്ളതിൻ്റെ ഇപ്പുറത്തായിട്ട് വരുന്ന എ ടാഗ് നിങ്ങൾ അവിടെ കൊടുക്കുക. എ ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ റഫ് ∞ 2 ക്വോട്ടേഷൻസിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അത് ഏകദേശം ഒരു ആട്രിബ്യൂട്ട് രീതിയിലാണ് അത് വരുന്നത്. ഈ റഫ് ∞ എന്നുള്ളതിൽ HREF എന്നുള്ള ക്വോട്ടേഷൻസിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട URL ചേർക്കുക. URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ നമ്മുടെ ലിങ്ക് ചേർക്കുക. എന്ന് വെച്ചാൽ www.youtube.com ആണെന്നങ്ങ് കരുതുക. എന്നിട്ട് ഈ ക്ലോസിങ് ടാഗിൻ്റെയും ഓപ്പണിംഗ് ടാഗിൻ്റെയും ഏരോസിൻ്റെ ഉള്ളിൽ, ആംഗുലർ ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ അബ്രീവിയേഷൻ ടാഗ് യൂസ് ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ രീതിയിലാണ് നമ്മൾ ഏകദേശം ഇതും യൂസ് ചെയ്യുന്നത്. ആ രണ്ടിൻ്റെയും ഇടയിൽ തന്നെ നമുക്കിതെന്താണോ അതും എഴുതി കൊടുക്കാം, യൂട്യൂബ്. അതിന് നമ്മളിത് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും മുകളിൽ തന്നെയായിട്ട് യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് ഒരു നീല കളറ്, അതിൻ്റെ മുകളിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിലേക്ക് മാറുകയാണ് ചെയ്യുക. യൂട്യൂബിലേക്ക് നല്ല നമ്മുടെ URL ഇവിടെ തെറ്റിപ്പോയാൽ നമ്മളെ ഫുള്ള് തെറ്റി. URL നിങ്ങൾ ശരിയായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഇവിടെ എന്ത് ലിങ്ക് വേണമെങ്കിൽ നമുക്ക് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ആ ലിങ്ക് എന്തിൻ്റെ ആണോ ഇങ്ങനെ വരുന്ന രീതിയിൽ നമുക്ക് ഇവിടെ നടുക്ക് എഴുതി കൊടുക്കുകയും ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സിമ്പിൾ വീഡിയോ ആയിരുന്നു. നമ്മൾ ലിങ്ക് ചേർക്കുന്ന അത്ര വലിയ കാര്യമൊന്നുമല്ല HTML. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഇൻസ്റ്റയിൽ ചോദിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാം. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് എന്തായാലും ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇപ്പോഴേ ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.